രാവിലെ പെരുമഴയും ഹർത്താലും ആയതുകൊണ്ട് ഇന്നത്തെ എല്ലാ പ്ലാനുകളും തെറ്റി. എന്നാലും രാവിലെ എണീറ്റ് പാത്രങ്ങളൊക്കെ കഴുകി, കാരണം എല്ലാ ദിവസവും ശ്രുതിയാണ് ചെയ്യുന്നത്. ഞാൻ വീട്ടിൽ ഇരിക്കുന്ന ദിവസമെങ്കിലും ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങ് ഇറങ്ങി തീറ്റയെല്ലാം റെഡിയാക്കി എല്ലാം പല പാത്രങ്ങളിലേക്കാക്കി രാവിലെ നേരെ മക്കാവസിൻ്റെ കേജിലേക്ക്. ഇവന്മാരൊക്കെ ഏകദേശം ഒരു ബ്രീഡിങ് ടൈമിലേക്കൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീറ്റയും വെള്ളമൊക്കെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങും. കാരണം ഇവർക്ക് ഭയങ്കരമായിട്ട് ഒച്ചയിടും നമ്മളെ കാണുമ്പോൾ. ബ്രീഡിങ് അല്ലാത്ത സമയത്ത് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ തീർത്തിട്ട് അങ്ങോട്ട് ഇറങ്ങി നേരെ ടെറസിൻ്റെ മുകളിലേക്കാണ് കയറുന്നത്. ടെറസിലാണ് നമ്മുടെ ലോറീസും അതേപോലെ തന്നെ ആഫ്രിക്കൻ ഗ്രീൻ കോക്കറ്റും ഒക്കെ കിടക്കുന്നത്. അപ്പോൾ അവർക്കുള്ള ഫുഡുകളെല്ലാം പ്രത്യേകം എടുത്തുകൊണ്ട് വന്ന് ടെറസിൽ വരുമ്പോഴത്തേനും ഉമാരൊക്കെ നോക്കി നിൽപ്പുണ്ടാവും. പ്രത്യേകിച്ചും പൗത്രനും യാമിനിയും നമ്മുടെ 2 ചിവാവാസാണ്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് മെല്ലെ എടുത്ത് കൊഞ്ചിച്ച് താഴെയിട്ട് നേരെ കൂടുകളിലേക്ക് കയറി പെട്ടെന്ന് തന്നെ ആ വേസ്റ്റെല്ലാം മാറ്റിയിട്ട് ആദ്യം കയറുന്ന ലോറിക്കീറ്റ്സിൻ്റെ കേജിലേക്ക്. അവർക്ക് കാരണം ഇതുപോലെയുള്ള ലിക്വിഡ് ഫുഡ് ആയതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ദഹിച്ച് തീരുമുണ്ട്. രാവിലെ ആദ്യമായിട്ട് മുകളിലോട്ട് കയറി അവർക്ക് ആ ഫുഡ് കൊടുക്കുന്നത്. അതെല്ലാം കൊടുത്തതിന് ശേഷം മെല്ലെ മറ്റ് കിളികൾക്കുള്ള ഫുഡുകളെല്ലാം കൂടി എടുത്തിട്ട് ഓരോ പാത്രത്തിലേക്കാക്കി നേരെ ഓരോ കൂടുകളിലേക്ക് പോവുകയാണ്. കോക്കറ്റൂസൊക്കെ അവിടെ ഒരു ക്ഷമയില്ലാതെയാണ് കുത്തിയിരിക്കുന്നത്. രാവിലെ അവന്മാർക്ക് ഈ കടല ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ എല്ലാ ദിവസവും ഞങ്ങൾ ഈ കടല ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ കുതിർത്തങ്ങ് വെച്ച് കൊടുക്കും. കുറേ നേരം നിൽക്കും, കൊഞ്ചും, ഒന്ന് തലോടി നോക്കും. ചിലപ്പോൾ കോക്കുട്ടി പറന്ന് വന്ന് മേത്ത് വന്നിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു കുഞ്ഞ് കോക്കറ്റയിലുണ്ട്. അവളും കുറച്ച് നേരമൊക്കെ ഞങ്ങളുടെ അടുത്ത് സംസാരിക്കും. ശ്രുതി വന്നു കഴിഞ്ഞാൽ അവളുടെ അടുത്തും ഭയങ്കര ഇഷ്ടം. അവളുടെ അടുത്തും കുറേ നേരം പോയിരിക്കുന്നതാണ് ഈ കോക്കറ്റൂസ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് സൺകൊന്യൂറിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൂടൊക്കെ വൃത്തിയാക്കി. അതേപോലെ തന്നെ അതിൻ്റെ അകത്തൊരു ആഫ്രിക്കൻ ഗ്രേഡ് ഒരു പെയറും ഉണ്ട്. അവർ എൻ്റെ അടുത്ത് വലിയ കമ്പനിയൊന്നുമില്ല, പക്ഷേ വേദയും പ്രഭയൊക്കെ ചെന്ന കമ്പനിയാണ്. ഈ കോക്കറ്റൂസും അതുപോലെ ശ്രുതിയുടെ അടുത്ത് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ എന്ത് ഹർത്താലും മഴയാണേലും ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഓക്കെയാണ്.